എല്ലാം കുഞ്ഞപ്പോ എവിടുന്ന് ടി വി ഒക്കെ കിട്ടിക്കണ് എവിടുന്ന് ഏറ്റിക്കൊണ്ടിരുന്നേ ഇതിപ്പോ എവിടുന്ന് കിട്ടി അത് നബിസാത്താർക്ക് രാവിലെ വിളിച്ചതാണ് ഓരോടെ ടി വി മേടിച്ചിക്കണ് അപ്പൊ എന്നോട് പറഞ്ഞേ കുഞ്ഞാപ്പോ ഇത് കൊണ്ടുപോയിക്കോ ഒരു 1500 രൂപ ചെലവാക്കിയാ മതി ഓർക്ക് ഒരു 500 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞാ നല്ല ടി വിയിലെ എടാ കുഞ്ഞാപ്പോ ഇതേ തൂക്കി കൊടുത്താ 100 രൂപ കിട്ടൂല. തൂക്കിട്ടോ ഇവിടെ ഇറക്കിച്ച് എന്തിനാ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടേ അന്നെ ഏൽപ്പിച്ചാവും. അനക്കേ പിരാന്ത് അസൂയണ്ടല്ലേ എന്താ ടിവിയിലെ കോല കണ്ട് അറിഞ്ഞൂടാ കുഞ്ഞാപ്പോ ആകെ ചെതല് പിടിച്ചിട്ട് ആൾക്കാരൊക്കെ ചാടി കളിക്കണൊക്കെ കാണാം. ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല. ഇജ്ജി ഓരോട് ചോദിച്ചില്ലേ ടി വി? ഞാൻ ചോദിച്ചിട്ടല്ല, അവിടെ ആ തെങ്ങിനടക്ക് കിടന്നല്ലേ തെങ്ങിനടക്കുന്നല്ല ഒരു ഔത്തുന്നാണ് എടുത്തത്. അന്നെ കണ്ടപ്പോൾ ഔത്ത് കൊണ്ടുവച്ചാവും. അനക്കിത് കിട്ടാത്തതിനുള്ള ദേഷ്യാണ്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. എന്നിട്ട് എന്താ പറഞ്ഞു? എന്നിട്ട് നബിസാത്ത പറഞ്ഞല്ലോ ഇതിനോട് 1500 രൂപ ചെലവാക്കിയാ മതിയാന്ന്. നല്ല ടി വി അത്ര ഇത് ഇമ്മാനോട് പറയണത് 1500 രൂപ ചെലവാക്കിട്ട് ഇതിനുള്ളിൽ ആൾക്കാരൊക്കെ കാണാലോ. കുഞ്ഞാപ്പോ സിനിമ കാണാ, ഉമ്മാക്ക് വാർത്ത കേക്കാ, പലതും കാണൂടെ കാണാ. 1500 രൂപക്ക് നല്ല ടി വി സെക്കൻഡ് ഹാൻഡ് കിട്ടും. നല്ല ടി വി. എനിക്ക് അസുഖമൊന്നുമില്ല. ഇതിപ്പോ കിട്ടിയില്ലെങ്കിൽ അപ്പൊ എനിക്ക് ഭയങ്കര അസൂയ. എന്നാലും ഒരു ഫ്രിഡ്ജ് തന്നപ്പോ അന്നും എനിക്ക് അസൂയായി. വർക്ക് ചെയ്യണ്ടാ? കേടന്നല്ലേ? കേടന്നിട്ടൊന്നുമില്ല. അത് അതേമാതിരി കൊണ്ടുവച്ചിട്ടുണ്ട്. സ്ഥലം ഉണ്ടോ ഇതൊക്കെ ഉണ്ടാക്കാന്? സ്ഥലമില്ലട്ടാ, സ്ഥലം ഉണ്ട്. പേരിനൊക്കെ ഫ്രിഡ്ജ് തന്നാ കുഴപ്പമുണ്ടോ? എന്താ പാട്? ഫ്രിഡ്ജ് കുഴപ്പമൊന്നുമില്ല. ചായയും ചോറൊക്കെ വെക്കാലോ. പാത്രം കഴിയാതെ കൊണ്ടേക്കാം. ചായയും ചോറും വെക്കാനേ ചായയും ചോറൊന്നും ഉണ്ടില്ല. അപ്പൊ ഞാൻ തന്നെ തിന്നു, ഉമ്മയും തിന്നു. പിന്നെ എവിടെ വെക്കാനുള്ളത്? പിന്നെ അയൽവാസികളെ രാത്രി ആയാല് നല്ല ബിരിയാണി ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഇമ്മ എന്നോട് അറിയോ പിന്നെ അപ്പൊ ഒരു നാളൊക്കെ എടുക്ക രാവിലെ ഫ്രിഡ്ജിൽ വെച്ചളയെന്ന്. ഞാൻ പറയും ഇമ്മ അങ്ങക്ക് പിരാന്താന്നു, ഇപ്പാണ് തിന്നാ മതി, അല്ലെങ്കിൽ നാളേക്ക് എന്തിനും എടുക്കുന്നു അറിയും. അപ്പൊ തന്നെ ഞങ്ങൾ തിന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളേക്ക് കേടുവരാനാ? പിന്നെ ചൂടാക്കണ്ടേ? ചൂടാക്കില്ലെങ്കിൽ വയറുവേദന. ഫ്രിഡ്ജ് വർക്ക് ചെയ്യണല്ലോ. അപ്പൊ അതൊക്കെ തിന്നു. ഇത് നല്ല ടി വി തന്നെയാടാ. കുഞ്ഞാപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഫ്രിഡ്ജും ടിവിയും ഒക്കെ വരെ കൊണ്ടുവച്ചിട്ട് ആൾക്കാർക്ക് അറിയില്ല ഇപ്പൊ ഇത് കേടെന്നാന്നുള്ളത്. ആൾക്കാർ വിചാരിക്കും ഒക്കെ നല്ലതാണ്. കിട്ടണ ആൾക്കാർക്ക് വല്ലതും കിട്ടണമില്ല. അതാണ്ട ഇതൊക്കെ കണ്ടാലോ, ഇതൊക്കെ ഒരു തരുന്നതല്ലടാ. അപ്പൊ എങ്ങനെ കിട്ടാതാവുക? നീ ഇമ്മ പറഞ്ഞു ഇമ്മാക്ക് ഒരു വാസിയും മസിയുമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ തെങ്ങിനടക്കറ്റുണ്ടാവും. എവിടെയെങ്കിലും കിട്ടിയാമാര് മേടിക്കുന്ന പറഞ്ഞു. ആരെങ്കിലും ഒഴിവാക്കിയതുണ്ടാവൂലേ? ആരെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലേ ഇമ്മ ഇതിന് കായ് കൊടുക്കാന്ന് പറഞ്ഞു. ഇമ്മ കൊടുക്കൊന്നുമില്ല. ഇതിന്ന് കായും ചോദിച്ചിക്കണോ? 1500 രൂപ കൊടുക്കാൻ പറഞ്ഞു. അല്ല 1500 രൂപ നേരക്കാൻ പറഞ്ഞു. നേരക്കാനാവും. 500 രൂപ അവർക്ക് കൊടുക്കാനും പറഞ്ഞു. അപ്പൊ 2000 ആയിരപ്പല്ലേ ആവുള്ളൂ. ഒരു ടി വി കിട്ടാൻ 1 ലക്ഷമൊക്കെ ആവൂലേ? പുതിയ ടി വിക്ക് എങ്ങനെ പറഞ്ഞില്ല. ഓരോട് പുതിയ ടി വി കിട്ടിയപ്പോളെ ഒരു ഇങ്ങോട്ട് കൊണ്ടേക്കോ 500 രൂപ തന്നാ മതി ഇമ്മാട് പറഞ്ഞാളേന്ന് പറഞ്ഞ് തന്നതാണ്. ഇമ്മ എപ്പോഴും ഓരോർക്ക് പോകുമ്പോഴോ അമ്മ ഇങ്ങനെ പറയത്രേ വാർത്തൊക്കെ കേൾക്കാൻ ഒരു ടി വി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അനക്കാക്കണം. ഇമ്മ അത് വെറുതെ കിട്ടിച്ചിട്ട് ഇമ്മ പറയാണ്. എന്റെ അമ്മ എപ്പോഴും പറയലുണ്ട് ഇത് കൊണ്ടേക്കോ കുഞ്ഞാപ്പോ, എന്റെ അമ്മക്ക് വാർത്ത കേക്കാ കായിന്റെ അമ്മ 500 രൂപ തന്നാ മതി, അല്ലെങ്കിൽ ഇജ്ജി ഇവിടെ ഇടക്കൊക്കെ പണിക്ക് വന്നാ മതി, 500 രൂപ തരണ്ടാന്ന്. പണിക്ക് വരരുത് ഉമ്മാനോട് പറയരുത് കേട്ടാ. ഒരു 500 രൂപ തന്നെ ഉമ്മാനോട് പറയാൻ പറ്റില്ല. നേരൊക്കെ 1500 രൂപ ആവുള്ളൂ. കട കൊണ്ട് കൊടുത്തിട്ടല്ലേ അതേമാതിരി അന്നെ എങ്ങോട്ടന്നെ ഓടിക്കോ. അവിടെ വെക്ക് പോവല്ലേ? എവിടേക്ക് പോണേ? പോയിക്കോട്ടെ. എനിക്ക് വെയിലൊക്കെ ഉണ്ട്. വെയിലിന്റെ ടൈമിൽ വെയിൽ കൊള്ളണം. എന്നിട്ട് എന്താ പിന്നെ അവിടുന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാ? പനൊക്കെ എടുത്തോട്ട് ചായ ചോറ് കൂട്ടാനും നിൽക്കടാ. ഒരു കൂട്ടാനൊക്കെ കഴിഞ്ഞിരിക്കണ് കാരണം അത് കുറച്ച് കൂട്ടാനും ചോറ് തന്നില്ല. ചോറും കൂട്ടാനോ? ചോറും കൂട്ടാനും തന്നു. ഓർക്ക് എവിടുക്കാ പോവാനുണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വേഗം കൊണ്ടുപോയി ടി വി. ഇതുപോലോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അത്ര ആരും ചോദിക്കണ്ടാവില്ല. ഓരോ എല്ലാരോടും കൊണ്ടേക്കോ പറയണ്ട. ആരും കൊണ്ടാകായോ? എല്ലാരും ചോദിക്കുന്നുണ്ട്. നൈസാത്ത പറഞ്ഞു ഞാപ്പൂന് താത്താന് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല, അപ്പൊ നിങ്ങൾ എടുത്തോളി,
വെറും 1500 രൂപ ചെലവാക്കിയാ മതി. വെറും 1500 അങ്ങനെ പറഞ്ഞല്ലേ? ആൾക്കാരൊക്കെ നല്ല കാണും. നമുക്ക് വാർത്തയും കേക്കാലോ. പിന്നെ അനക്ക് ഏതായാലും ബുദ്ധിയില്ല. അന്റെ അല്ല എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പൊ ബുദ്ധിയുള്ളവരെ ബുദ്ധിയില്ലാത്തവരെ പറ്റിക എളുപ്പമല്ലോ. അങ്ങനൊക്കെ ഉണ്ട്. അന്റെ അമ്മാക്കും ഇല്ല. അല്ലെങ്കിൽ അല്ല ബുദ്ധിയുള്ളവര് പോയി ടി വി ആയിട്ട് നടക്കുവോ? അല്ല ഈ ടിവിന്റെ കാര്യം പറയാണ്. ഇത് ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇത് വാങ്ങുവോ? വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ടി വി ഇവിടെ എടുക്കും. ടി വി കിടക്കൊന്നും ജഡ്ജി കിടക്കാൻ ഞാൻ മതി. പിന്നെ അതിന്റെ ബാക്കിലൊന്നും ഇല്ലല്ലോ, ഗ്ലാസ് ഒക്കെ പൊട്ടിക്കണല്ലോ. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാ? അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാ? ഇല്ല, ടിവിന്റെ വയറൊക്കെ ഊരിട്ട് അതേമാതിരി ഒട്ടിച്ച ചവുണ്ട്. കോഴിക്കൂടാക്ക കൊണ്ടേക്കോ. കോയില്ല അവിടെ? അതിന്റെ കൂടാക്ക. എന്നായിക്കോട്ടെ, കട കൊണ്ടുകൊടുക്ക. കടയൊക്കെ ഞാൻ എന്റെ പെരയെ കൊണ്ടുപോയി. അന്ന് പോയിക്കോ. എന്തൊരു അസൂയ! ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാ? ഇങ്ങനെ അസൂയും കുറ്റും കിബറുമായിട്ട് മനുഷ്യന്മാരുണ്ടാ? വെറുതെ അല്ലാടെ ആൾക്കാർ പറഞ്ഞത്. അല്ലപ്പോ നടന്ന് ഞാൻ വെറുക്കാവുന്നു. ഒന്നും പറഞ്ഞില്ല, പോയിക്കോ.